പ്രതിപക്ഷത്തിന്റെ കനത്ത എതിർപ്പിനിടയിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഉടച്ചുവാർക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കൃഷിമന്ത്രിയുടെ ബിൽ അവതരണത്തിനിടെ പ്രതിപക്ഷം ബഹളം വെച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിപരീതമായ ബില്ലാണെന്നും ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. सर, जो हमारे संविधान की जो मूल भावना है कि हर एक व्यक्ति के हाथों में शक्ति होनी चाहिए, वही मूल भावना पंचायती राज में है और उस मूल भावना के विरोध है ये जो अधिनियम जो ये विधेयक आ रहा है. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് എന്ന് കെ.സി. വേണുഗോപാൽ ആഞ്ഞടിച്ചു. This is also a fundamental attack on constitution, this bill. So my point is that, sir, father of nation who led the freedom struggle, Mahatma Gandhi, Honorable Minister Shivraj Chauhan ji, your name will be remembered, the minister who removed the father of the nation's name. വേതനത്തിലെ ബാധ്യത സംസ്ഥാന സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നും വിമർശം തൊഴിൽ ചെയ്യാനുള്ള അവകാശം പേപ്പറിൽ മാത്രം ഒതുക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. My first objection, Mr. Speaker, as with others, is the ill-advised decision to remove the name of the father of the nation for the reasons already given, which I will not repeat. But this is not just an administrative tweak, sir. It's an assault on the very spirit and philosophical foundation of this crucial program. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. So the original act, by bearing his name, acknowledged this profound connection that true employment guarantee and upliftment must flow from the grassroots, embodying his principle of the last man first. To remove the name Mahatma Gandhi is to strip the bill of its moral compass and its historical legitimacy. പ്രതിഷേധം കനത്തതോടെ സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, ഇതിനെതിരെ വ്യാപകവും ശക്തവുമായ പ്രതിഷേധം ഉയരും സ്വാഭാവികമായിട്ടും എന്ന് നമുക്ക് ഇന്നലെ തന്നെ അറിയാമായിരുന്നു. ഇന്ന് അത്രയ്ക്ക് ശക്തമായ പ്രതിഷേധം തന്നെ പാർലമെന്റിൽ ഉയർന്നുവല്ലോ. എന്താണ് മറ്റു വിവരങ്ങൾ? സനീഷ്, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധം, അതായത് ബില്ല് അവതരണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ ലോക്സഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ബില്ല് അവതരണത്തെ തന്നെ എതിർക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ എൻ കെ പ്രേമേന്ദ്രൻ എം പി ഈ ബില്ല് അവതരണത്തെ തന്നെ റൂളുകളും ചട്ടങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിർത്തപ്പോൾ അതിനെതിരെ മന്ത്രി കിരൺ റിജിജു തന്നെ വന്ന് ഇത് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്, പക്ഷേ ബില്ല് അവതരണത്തെ തന്നെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്നിപ്പോൾ സർക്കാരിന് വേണ്ടി കിരൺ റിജിജു ചോദിച്ചത്. പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ, ശശി തരൂർ, അതോടൊപ്പം തന്നെ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, ഒപ്പം ഇടത് എം പിമാർ, തൃണമൂലിൻ്റെ അംഗങ്ങൾ, സമാജ്വാദി പാർട്ടി അംഗങ്ങൾ എല്ലാവരും തന്നെ വളരെ ശക്തമായി ഇന്നത്തെ ഈ ബില്ല് അവതരണത്തെ എതിർത്തു. പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ പ്രതിഷേധിച്ചത്. 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടെ വലിയ തരത്തിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് BJP അംഗങ്ങൾ ഈ പ്രതിഷേധത്തെ നേരിടാൻ തയ്യാറെടുത്തത്. പ്രധാനമായും നേതാക്കൾ എല്ലാവരും ഉന്നയിച്ച വിഷയം മഹാത്മാഗാന്ധി എന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ പേരുമായി വന്നിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എല്ലാ അംഗങ്ങളും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അംഗങ്ങൾ ഉന്നയിച്ചത് ഈ പേര് മാറ്റുക മാത്രമല്ല, ഈ മനുഷ്യർക്ക്, അതായത് രാജ്യത്തെ ജനങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം തന്നെ നിഷേധിക്കുന്നതാണ് പുതിയ ഭേദഗതി. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതിയും അല്ലെങ്കിൽ പുതിയ നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ശശി തരൂർ MP പറഞ്ഞത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം സ്വപ്നം കണ്ട രാമരാജ്യം ഒരിക്കലും ഇങ്ങനെയല്ല, രാമന്റെ പേര് ഈ പദ്ധതിക്ക് നൽകിക്കൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും കവർന്നെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് ഇന്നിപ്പോൾ ശശി തരൂർ MPയും ഇന്ന് വ്യക്തമാക്കി. ഏതായാലും 2 മണിവരെ സഭ പിരിഞ്ഞിരിക്കുകയാണ്. ആ സഭ പിരിയുന്നതിനിടയിലും മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റ് വളപ്പിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. സനീഷ്.